ഹായ് എവരി വൺ, ഇന്നൊരു പുതിയ മലയാളം വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച ഡിസ്കസ് ചെയ്ത അതേ ടോപ്പിക്കിൻ്റെ തന്നെ 3-ാമത്തെ ഭാഗമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെ ഇൻലോസുമായിട്ട് ഒരു മനോഹരമായ ബന്ധം കാത്തു സൂക്ഷിക്കാം. രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്തത് മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം എങ്ങനെ മനോഹരമായി കാത്തു സൂക്ഷിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എങ്ങനെ മനോഹരമായി കാത്തു സൂക്ഷിക്കാം, എങ്ങനെയാണ് ഒരു ഊഷ്മളമായ ഭാര്യ ഭർത്തൃ ബന്ധം നിലനിർത്താൻ സാധിക്കുന്നത്, അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഈ സീരീസ് ഈ 3 എണ്ണത്തിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാര്യ ഭർത്തൃബന്ധത്തിലെ ഊഷ്മളത കാത്തു സൂക്ഷിക്കുക എന്നതാണ്. അപ്പം ഇത് നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ മക്കളുമായുള്ള ബന്ധം ഓട്ടോമാറ്റിക്കലി നന്നാകും, ഇൻലോസുമായിട്ടുള്ള ബന്ധവും ഓട്ടോമാറ്റിക്കലി നന്നാവും. ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സ്നേഹത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഇൻലോസിനോടും നമ്മുടെ ഇൻലോസിനോടും നമ്മൾ സ്നേഹമായിട്ട് പെരുമാറും. അതുപോലെ തന്നെ നമ്മുടെ മക്കളും അത് കണ്ടു വളരുന്ന മക്കളും അത് തന്നെ പ്രാക്ടിക്കലായിട്ട് അവരുടെ ജീവിതത്തിലും പകർത്തും, അല്ലേ? അപ്പോൾ ഇതെല്ലാം ലിങ്ക്ഡാണ്. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. പിന്നെ മറ്റൊരു കാര്യം എൻ്റെ മനസ്സിൽ വന്നത്, ഇന്നത്തെ കാലഘട്ടം, നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ കാലഘട്ടം നേരിടുന്ന ഏറ്റവും വലിയ ഒരു ചലഞ്ചുമാണ് ഭാര്യ ഭർത്തൃബന്ധത്തിൽ വരുന്ന വിള്ളലുകൾ, അല്ലേ? ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം എന്നത്തേക്കാട്ടിലും അധികം ഡൈവോഴ്സ് റേറ്റുകളൊക്കെ ഒത്തിരി കൂടുതലാണ്. ഒത്തിരി വിവാഹമോചനത്തിലെത്തുന്നു. അതുപോലെ തന്നെ തകർന്നു പോകുന്ന കുടുംബങ്ങൾ, അല്ലെങ്കിൽ തകർന്നു പോകുന്ന ബന്ധങ്ങൾ, അങ്ങനെയുള്ള ഒത്തിരി പിന്നെ ആത്മഹത്യകൾ, ഇതൊക്കെ വളരെ വളരെ കൂടുന്ന ഒരു സാഹചര്യത്തിലോ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലോ ആണ് നമ്മൾ ജീവിക്കുന്നത്. നേരത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ അത് നമ്പേഴ്സ് എടുക്കുവാണെങ്കിൽ ഒത്തിരി ഹൈ ആയിട്ട്, അല്ലെങ്കിൽ ഒരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയാം, അങ്ങനെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം ഞാനിതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും ആലോചിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ ഒത്തിരി ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്, ഇങ്ങനെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് ഈ സബ്ജക്റ്റിനെ കുറിച്ച്. അപ്പോൾ എൻ്റെ മനസ്സിൽ ദൈവം തന്ന ഒത്തിരിയേറെ ബോധ്യങ്ങൾ. പിന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 21-22 വർഷമാകുന്നു. അപ്പം 2003 തൊട്ട് 21 വർഷം കഴിഞ്ഞ് 22-ാം വർഷത്തിലാണ്. അപ്പം ഞാൻ പഠിച്ച ഒത്തിരി കാര്യങ്ങൾ, എങ്ങനെ ഒരു സന്തോഷകരമായ ഒരു ദാമ്പത്യ ബന്ധം കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഈ 22 വർഷത്തിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ, പിന്നെ കൗൺസിലിംഗ് വഴി എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ, ക്ലാസ് എടുക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പം ഞാൻ പഠിച്ച കാര്യങ്ങൾ, ഒത്തിരിയേറെ കാര്യങ്ങൾ, കർത്താവിനെ ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ഒരു 3-4 മണിക്കൂർ എടുക്കാനും മാത്രമുള്ള ആശയങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അപ്പം എനിക്കത് ചിട്ടപ്പെടുത്താൻ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അതായത് നമ്മൾ എടുക്കുമ്പം എല്ലാം ഒരു ഹോളിസ്റ്റിക്കായിട്ട് എടുക്കണം എന്ന് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ വിട്ടുപോയാൽ അതൊരു കുറവ് തന്നെയാണ്, അല്ലേ? അത് പൂർണ്ണതയിലെത്തുന്നില്ല. പക്ഷേ നമ്മളങ്ങനെ ഹോളിസ്റ്റിക്കായിട്ട് എടുക്കുമ്പം എല്ലാം പറഞ്ഞു വരുമ്പം ഒത്തിരി സമയമാകും. അപ്പോൾ അതിനെ ഒന്ന് സംക്ഷിപ്തമായിട്ട്, അല്ലെങ്കിൽ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയണം ചില കാര്യങ്ങളൊക്കെ. എങ്കിൽ പോലും നമ്മൾ പറയാതെ വിട്ടാൽ ചിലപ്പം അതിനൊരു പൂർണ്ണത വരത്തില്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ എല്ലാം സമ്മറൈസ് ചെയ്ത് പറയുമ്പം ചിലപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ തോന്നുന്നതാണ്, നമ്മളിപ്പോൾ ഒരു വലിയൊരു വീഡിയോ കേട്ടിട്ട് അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് എടുത്ത് അത് മാത്രം ആൾക്കാർ അയക്കില്ല ഇങ്ങനെ ഒരു കാര്യം എന്ന് പറയുമ്പം അത് ശരിക്കും ഒരു തെറ്റിദ്ധാരണ ജനിപ്പിക്കും, അല്ലേ? ആ ഒരു ചെറിയ ക്ലിപ്പ് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ അതിനെ ഗുണത്തേക്കാളധികം ദോഷമായിരിക്കും ചെയ്യുന്നത്. കാരണം ആ പറയുന്ന ആൾ ഒരു പ്രത്യേക ഒരു കോണ്ടെക്സ്റ്റിലായിരിക്കും അത് പറയുന്നത്. അപ്പോൾ എൻ്റയർ വീഡിയോ കേട്ടാൽ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. അതിലെ ഒരു ചെറിയ ഭാഗം മാത്രം കട്ട് ചെയ്ത് കേൾക്കുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നൊരു കൺഫ്യൂഷന് ശ്രോതാക്കളിൽ അത് ജനിപ്പിക്കും. അപ്പം അങ്ങനെ ഒരു ചലഞ്ചും കൂടി ഇതിലുണ്ട്. അപ്പോൾ എനിക്കതൊക്കെയാണ്, ഇപ്പം ഞാൻ എല്ലാം പറഞ്ഞില്ലെങ്കിൽ അതിന് പൂർണ്ണത വരുന്നില്ല. പക്ഷേ ഞാൻ എല്ലാം സമ്മറൈസ് ചെയ്ത് പറയുവാണെങ്കിൽ ആൾക്കാർക്കത് പൂർണ്ണതയിൽ മനസ്സിലാവുമോ എന്നൊരു സംശയം എനിക്ക് തോന്നി. അപ്പം എൻ്റെ മനസ്സിൽ അതുകൊണ്ട് എനിക്കൊരു കൃത്യമായ ഐഡിയ ഉണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല. എത്ര സമയം എടുക്കാൻ പറ്റും അങ്ങനെയൊന്നും എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ എപ്പോഴത്തെ പോലെ തന്നെ ഞാൻ കർത്താവിനത് സമർപ്പിക്കുകയാണ്. എൻ്റെ നാവിനെയും എൻ്റെ ചിന്തകളെയും എനിക്ക് മനസ്സിലായ ആശയങ്ങളെയും കർത്താവ് എനിക്ക് പഠിപ്പിച്ചു തന്ന എല്ലാ കാര്യത്തെയും ഞാൻ ഈ നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. കർത്താവ് തന്നെ അത് ചിട്ടപ്പെടുത്തി തരണമേ എന്ന് ഞാൻ വളരെ വളരെ എളിമയോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ നാവിൻ്റെ നിയന്ത്രണത്തെ കർത്താവിന് വിട്ടുകൊടുക്കുകയാണ്. കാരണം ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് നമുക്കതൊരു ലൈറ്റായിട്ട് എടുക്കാൻ പാടില്ല. അത് ശരിക്കും നമ്മൾ അതിൻ്റെ ആ ഒരു
ആ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു ഇൻറ്റൻസിറ്റിയിൽ തന്നെ അത് എടുക്കണം. എന്നാൽ പിന്നെ അതൊട്ടും ഡൈല്യൂട്ട് ആകാൻ പാടില്ല. കാരണം സത്യം സത്യമെന്ന് തന്നെ നമ്മൾ പറയണം അല്ലേ. അതിനെ സത്യത്തിൽ ഒരിക്കലും നമ്മൾ അതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ പാടില്ല. പക്ഷേ കാലത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് നമ്മളത് വളരെ കൃത്യമായി പറയണം. അതായത് ഒരു വിശ്വത്തോടുകൂടി പറയാൻ പറ്റണം. അതൊക്കെ ഒരു വലിയൊരു ഈ പറയുന്നതിലെ ഒരു വലിയ സ്കില്ലാണ്. അത് കർത്താവ് തന്നെ നമുക്ക് തരണം. അപ്പോൾ ആ ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാം കർത്താവിന് വിട്ടുകൊടുക്കുന്നു. അപ്പം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെ ഊഷ്മളമായി കാത്തു സൂക്ഷിക്കാം, അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ, ആ വിവാഹ ജീവിതം അല്ലെ, നമുക്ക് ആ കറക്റ്റായിട്ടുള്ള പാർട്ട്ണറെ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒരു നരക തുല്യമാകും അല്ലേ. ഒരു കുടുംബത്തിൽ ആ ഒരു ഹാർമണി ഇല്ലെങ്കിൽ, എപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കാണെങ്കിൽ, നമ്മൾ പറയാം ആ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു ഗുഡ് ഫീലില്ല അല്ലേ. ഒരു ഹാർമണി ഇല്ലാത്തൊരു കുടുംബത്തിലേക്ക് കയറുമ്പോൾ ആ സന്തോഷം നമുക്കത് കിട്ടത്തില്ല അല്ലേ. അതവിടെ താമസിക്കുന്നവർക്കും കിട്ടത്തില്ല, അവിടെ വളരുന്ന കുട്ടികൾക്കും അത് കിട്ടത്തില്ല. വെളിയിൽ നിന്ന് ഒരാൾ കയറുമ്പോൾ അവർക്കും അത് ഫീൽ ചെയ്യും അല്ലേ. ഒരു കുടുംബം ഹാർമണിയിൽ താമസിക്കുകയാണെങ്കിൽ, ആ ഒരു ലയം അവരിലുണ്ടെങ്കിൽ, കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരു സ്നേഹമായ ബന്ധമുണ്ടെങ്കിൽ, ആ കുടുംബത്തിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റിയാണ് അല്ലേ. അവിടെ വളരുന്ന കുട്ടികൾക്ക് വളരെ നല്ല ഇമോഷണൽ സ്റ്റെബിലിറ്റി ആയിരിക്കും അല്ലേ. അതേസമയം എപ്പോഴും വഴക്കും കലഹവും ബഹളവും ഭിന്നിപ്പും ഒക്കെ ആണെങ്കിൽ അത് കുട്ടികളെയും വല്ലാതെ ഇമ്പാക്റ്റ് ചെയ്യും അല്ലേ. തകർന്ന കുടുംബങ്ങളെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് മക്കളെയാണ്. അപ്പം ഞാൻ ഓർക്കും, ചെറിയ കുട്ടികളായിരിക്കുമ്പം നമുക്കെല്ലാം നമ്മൾ പ്രത്യേകമായ ഒരു സീരിയസ്നെസ്സിലാണ് നമ്മളത് കാണുന്നത് അല്ലേ. മാതാപിതാക്കൾക്ക് അതൊരു ചെറിയ കലഹമായിരിക്കും, പക്ഷേ അത് കുട്ടിക്കൊരു വലിയ കലഹമായിട്ടായിരിക്കും തോന്നുന്നത്. ആ നിഷ്കളങ്ക മനസ്സിന് ചിലപ്പോൾ അത് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ സാധിക്കുന്ന അത്രയും നമ്മളത് ഹാർമോണിയസ് ആയിട്ടും അത് തകരാതെ, ദൈവം നമുക്ക് ഏൽപ്പിച്ചെന്ന ആ കുടുംബജീവിതത്തെ തകരാതെ സന്തോഷത്തോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതാണ് ദൈവം വിഭാവനം ചെയ്ത ഒരു കുടുംബം എന്ന് പറയുന്നത്. പക്ഷേ പലതരം ഇംപെർഫെക്ഷൻസ് ഉള്ളവരാണ് മനുഷ്യരല്ലേ. മനുഷ്യരിൽ ഒത്തിരിയേറെ ഇംപെർഫെക്ഷൻ ഉണ്ട്, ഒത്തിരിയേറെ അശുദ്ധികളുണ്ട്. അപ്പോൾ ഒരിക്കലും ആ ദൈവം വിഭാവനം ചെയ്ത ഒരു പെർഫെക്ഷനിൽ അവർക്ക് ജീവിക്കാൻ സാധിച്ചെന്ന് വരത്തില്ല അല്ലേ. അപ്പോൾ പോലും നമ്മളത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നമ്മളെക്കൊണ്ട് മാക്സിമം പറ്റുന്നത്രയും നമ്മൾ ട്രൈ ചെയ്യണം. അതിനൊക്കെ ഒരു സിമ്പിൾ കാര്യം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. അങ്ങനെ ട്രൈ ചെയ്ത് നമ്മൾ ആ ഒരു ബാലൻസിൽ അത് കൊണ്ടുപോകുമ്പോൾ നമുക്കും ഒരു വലിയ അനുഗ്രഹം ദൈവത്തിൽ നിന്ന് കിട്ടും, നമ്മുടെ മക്കൾക്കും അതൊരു വലിയ സ്റ്റെബിലിറ്റി കൊടുക്കും. ഇനി എന്തെങ്കിലും കാരണവശാൽ ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ, ഭാര്യ മാത്രമേ കുടുംബത്തിലുള്ളൂ, എന്തെങ്കിലും പ്രത്യേക കാരണവശാൽ എന്തെങ്കിലും മരണത്താലോ അല്ലാതെയോ വേർപിരിഞ്ഞ് പോയെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട, നമ്മൾ അതിനെക്കുറിച്ചൊരു വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിപ്പോൾ പറയുന്നത് അങ്ങനെയുള്ള കേസുകളല്ല. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ രണ്ടുപേരും കൂടെ ജീവിക്കുമ്പോൾ എങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാം എന്നുള്ളതാണ്. ഏതെങ്കിലും കാരണവശാൽ ഒരാൾ മാത്രമാണ് കുട്ടികളെ വളർത്താനായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ കണ്ടിട്ടുണ്ട്, ദൈവം ആ ഒരു വ്യക്തി ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ മറ്റേ ആളുടെ റോള് ദൈവം പ്ലേ ചെയ്യും. ദൈവം വളരെ മനോഹരമായിട്ട് ആ മറ്റേ വ്യക്തി അവിടെ ഇല്ല എന്നൊരു ഫീലിംഗ് കൊടുക്കാതെ ആ റോള് ദൈവം ഫുൾഫിൽ ചെയ്യും കേട്ടോ. അവിടുന്ന് അനാഥർക്ക്, വിധവയ്ക്ക് കാന്തനും അനാഥർക്ക് സംരക്ഷകനുമാണ് ദൈവം എന്നാണ് നമ്മൾ സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നത്. അപ്പോൾ അവിടുന്ന് തന്നെ ഇറങ്ങി വന്ന് ആ റോള് പ്ലേ ചെയ്യും. അത് ഞാൻ ഒത്തിരി പേരുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഒത്തിരി പേരുടെ ഞങ്ങളുടെ തന്നെ ജീവിതത്തിൽ ഡാഡി മരിച്ചു കഴിഞ്ഞായിരുന്നു എൻ്റെ അനിയത്തിയുടെ വിവാഹമൊക്കെ നടന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു കുറവുകളും ഇല്ലാതെ ഡാഡി ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യാവുന്നതിനേക്കാളും മനോഹരമായിട്ട് ദൈവം അതൊക്കെ നടത്തി തന്നു. അപ്പോൾ അങ്ങനെ ദൈവം ചെയ്തു തരും. അപ്പോൾ അങ്ങനെ ഒരു വിഷമോ ദുഃഖമോ ഒന്നും ആവശ്യമില്ല. ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവം അവിടെ അതിനെ പൂർണ്ണമാക്കും. കുടുംബത്തെ പൂർണ്ണമാക്കുന്ന ദൈവമാണ്. അപ്പം അങ്ങനെയുള്ളവരൊന്നും വിഷമിക്കേണ്ട. കാരണം നമ്മൾ ക്ലാസ് എടുക്കുമ്പം ഒരിക്കലും എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ആരും
ശിക്ഷിക്കാനോ അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെൻ്റലായിട്ടോ ഒന്നുമല്ല നമ്മൾ എടുക്കുന്നത്. എങ്ങനെ നമുക്ക് ദൈവത്തോട് ചേർന്ന് ഏറ്റവും പെർഫെക്ഷൻ അറ്റൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കെല്ലാം ഇംപെർഫെക്ഷൻ ഉള്ളവരാണ്. എനിക്കും അതെ, കേൾക്കുന്നവരായ നിങ്ങളും അതെ, എല്ലാവരും അതെ. ദൈവത്തിന് അതറിയാം. പക്ഷേ എങ്ങനെ നമുക്ക് അതിനെ അതിജീവിച്ചുകൊണ്ട് പെർഫെക്ഷനിലേക്ക് പോകാം, അതാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിൽ തെറ്റുകളോ കുറ്റങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെയും ജഡ്ജ് ചെയ്യുന്നില്ല. കാരണം അതിനുള്ള അവകാശം എനിക്കില്ല, ദൈവ അധികാരം നമുക്ക് തന്നിട്ടില്ല. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക മാത്രം ചെയ്താൽ മതി. അതുകൊണ്ട് ആരെയും ജഡ്ജ് ചെയ്യേണ്ട. നമ്മളിത് മനസ്സിലാക്കുക, അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കാരണം പല കാര്യങ്ങളും പലരും എനിക്ക് തോന്നുന്നു എഗ്രി ചെയ്യത്തില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്. അപ്പം നമ്മൾ എങ്ങനെ ഈ ബന്ധത്തിനെ മനോഹരമായി കാത്തു സൂക്ഷിക്കാം, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി, നമ്മൾ അത് എങ്ങനെ മനോഹരമായി കാത്തു സൂക്ഷിക്കാമെന്ന് നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ, ഞാൻ ഓർത്തു ദൈവം എങ്ങനെയാണ് അത് വിഭാവനം ചെയ്തത്, ആദിയിൽ ദൈവം എങ്ങനെയാണ് അത് വിഭാവനം ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആ തലത്തിലേക്ക് ഉയർന്ന് ദൈവം വിഭാവനം ചെയ്ത ഒരു മാരീഡ് ലൈഫ്, അല്ലെ ദൈവം വിഭാവനം ചെയ്ത ഒരു വിവാഹം എങ്ങനെയായിരിക്കണം, ഏത് പൂർണ്ണതയിലാണ് ദൈവം അതിനെ ക്രമീകരിച്ചതെന്ന് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കണം. എന്നിട്ട് ആ ഒരു മനസ്സിലാക്കലിൽ കൂടി വേണം നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട്. നമ്മൾ ഓരോന്നും എടുത്തിട്ട് ഇത് തെറ്റാണ്, അല്ലെ പോണോഗ്രഫി തെറ്റാണ്, അല്ലെങ്കിൽ അബോർഷൻ തെറ്റാണ്, അല്ലെങ്കിൽ ഇന്ന കാര്യം തെറ്റാണെന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കത് അതിനെന്താ തെറ്റെന്ന് ചിലപ്പം തോന്നാം, അല്ലേ? അത് നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ദൈവം വിഭാവനം ചെയ്തത്, അത് ഏത് തരത്തിലുള്ള പെർഫെക്ഷനായിരുന്നു, അതിലെങ്ങനെയാണ് സാത്താൻ ഇംപെർഫെക്ഷൻ കൊണ്ടുവന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു റെൽമിൽ, ആ ഒരു നോളജ് ലെവലിൽ നിന്നുകൊണ്ട് വേണം ബാക്കി എല്ലാത്തിനെയും കാണാൻ. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. കർത്താവ് ആദാമിനെ സൃഷ്ടിച്ചല്ലേ, എല്ലാം സൃഷ്ടിച്ച കർത്താവ് ആദാമിനെ മാത്രം സൃഷ്ടിച്ച പറഞ്ഞു വിൽ ക്രിയേറ്റ് മാൻ ഇൻ അവർ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്, അല്ലേ? നമ്മളുടെ ഛായയിലും സാദൃശ്യത്തിലും നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം. അപ്പം ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഏക വ്യക്തിയാണ് ആഡം, അല്ലേ? ആനിമൽസും പ്ലാന്റ്സും എല്ലാ ക്രിയേഷനും അതൊക്കെയും ദൈവം സൃഷ്ടിച്ചതാണെങ്കിലും തൻ്റെ തന്നെ ഛായയിൽ, ഇമേജ് ആൻഡ് ലൈക്ക്നെസ്സിൽ ദൈവം സൃഷ്ടിച്ചതാണ് മനുഷ്യനെ. അപ്പോൾ എന്താണ് ആ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്? ആത്മാവ്, നമ്മളിലുള്ള ആത്മാവ്. അതാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത്, അല്ലേ? നമ്മുടെ ലൈഫ്, മൃഗങ്ങളുടെ ലൈഫ് അതിൻ്റെ മരണത്തോടല്ലേ, അത് ചത്തുപോകുമ്പോൾ അത് തീരുന്നു, അല്ലേ? അതിന് ആത്മാവില്ല. മനുഷ്യൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു, അല്ലേ? അത് ആ ആത്മാവിന് മരണമില്ല, അത് നിത്യതയിലേക്ക് സൃഷ്ടിക്കപ്പെട്ടതാണ്. അതിന് തുടക്കമുണ്ട്, പക്ഷെ അവസാനമില്ല. ആ ആത്മാവാണ് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടത്, അല്ലേ? ദൈവം ആ ആത്മാവിനെ ഈ സൃഷ്ടിച്ച കളിമണ്ണായ ശരീരത്തിലേക്ക് നിവേശിപ്പിക്കുക, അല്ലേ? ജീവശ്വാസം ഊതി, നാസാരന്ധ്രങ്ങളിൽ ഊതി അവൻ ജീവനുള്ള മനുഷ്യനായി തീർന്നു എന്നാണ്. അപ്പോൾ ആ ആത്മാവുള്ളത് കൊണ്ടാണ് നമുക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും ആ ഒരു സവിശേഷ ബുദ്ധി എന്ന് പറയുന്നത് ഉള്ളത്. അതാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ആ സ്നേഹിക്കാനുള്ള കഴിവും മനസ്സിലാക്കാനുള്ള കഴിവും ആ ഇൻ്റലിജൻസും എല്ലാം മനുഷ്യന് ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതുകൊണ്ട് ലഭിച്ച പ്രത്യേകമായ ഗുണങ്ങളാണ്. അത് ഫസ്റ്റ് കാര്യം. രണ്ടാമത് ദൈവം പറയുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അവന് തക്കതായ ഒരു തുണയെ സൃഷ്ടിക്കാം, അല്ലേ? ദൈവം മനുഷ്യനെ എല്ലാം ഏൽപ്പിച്ചു കൊടുത്തു, അല്ലേ? എല്ലാത്തിൻ്റെയും നാഥനായിട്ട് അവനെ ഏദൻ തോട്ടത്തിൽ പാർപ്പിച്ചു. മൃഗങ്ങളുടെയും സസ്യജാലങ്ങളുടെയും എല്ലാം മേളിലാക്കി അതിൻ്റെ മാസ്റ്ററായിട്ട് സ്ഥാപിച്ചു, മനുഷ്യനെ അപ്പോയിൻ്റ് ചെയ്തു. പക്ഷേ ദൈവം നോക്കിയപ്പോൾ മനുഷ്യന് കമ്മ്യൂണിയൻ ഇല്ല, അല്ലേ? മൃഗങ്ങളെന്ന് പറയുമ്പോൾ വേറെ ലെവലില്ല, അല്ലേ? അവരുമായിട്ട് അവന് സംവദിക്കാൻ സാധിക്കത്തില്ല, അല്ലേ? ആ ഒരു കമ്മ്യൂണിയൻ, ആ ഒരു സ്നേഹം അവനില്ല, അല്ലേ? സ്നേഹം എന്നല്ല, ആ ഒരു കമ്മ്യൂണിയൻ ഇല്ല.
അപ്പോൾ ദൈവം പറഞ്ഞു മനുഷ്യൻ ഏകനായിരിക്കുന്ന നല്ലതല്ല. അപ്പം ദൈവം അവനൊരു ഗാഢനിദ്ര വരുത്തിയിട്ട് അവൻ്റെ അസ്ഥിയിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ചു. നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് അവൾ നാരി എന്ന് വിളിക്കപ്പെടും, അല്ലേ? ഷീ ഈസ് കോൾഡ് വുമൺ ബിക്കോസ് ഷീ ഈസ് ടേക്കൺ ഔട്ട് ഓഫ് മാൻ. അങ്ങനെ അവളെ സൃഷ്ടിച്ച ദൈവം അവൻ്റെ അടുത്തേക്ക് അവളെ കൊണ്ടുവന്നപ്പോൾ ഉടനെ തന്നെ ആദം പറയുവാണ്, എൻ്റെ മാംസത്തിൽ നിന്നുള്ള മാംസവും അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയുമാണെന്ന് പറഞ്ഞിട്ട് അവളെ റിസീവ് ചെയ്യുവാണ്, അല്ലേ? അപ്പം ആ ഒരു പെർഫെക്റ്റ് കമ്മ്യൂണിയൻ ഇമ്മീഡിയറ്റ്ലി ആദത്തിന് ഹൗവയോട് തോന്നി, അല്ലേ? അവനെ മനുഷ്യൻ ഏകനായിരിക്കുന്ന നല്ലതല്ല എന്ന് പറഞ്ഞ് ദൈവം സൃഷ്ടിച്ച് സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. അങ്ങനെ അവരെ ഏഡനിൽ പാർപ്പിച്ചു, അല്ലേ? അപ്പം അന്ന് അവർക്ക് ലജ്ജ എന്തെന്ന് അറിയത്തില്ലായിരുന്നു, അല്ലേ? അവർ രണ്ടുപേരും നഗ്നനായിരുന്നെങ്കിലും അവർക്ക് ലജ്ജ എന്തെന്ന് അറിഞ്ഞുകൂടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഒരു ശരീരമായി തീരുമെന്നുള്ളൊരു കർത്താവിൻ്റെ കൽപ്പനയുണ്ടല്ലേ. പക്ഷേ അവർക്ക് ലജ്ജ എന്തെന്ന് അറിയത്തില്ലായിരുന്നു. കാരണം അവർക്ക് സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിക്കപ്പെട്ട അവർ നിഷ്കളങ്കമായ സ്നേഹത്തിലാണ് പരസ്പരം സ്നേഹിച്ചത്, അല്ലേ? അതിലൊരു എന്താ പറയുന്നത്, ഒരു കൺകിപ്പിസൻസ് അല്ലെങ്കിൽ ഒരു ലസ്റ്റ്ഫുൾ ഒരു തോട്ട് അവരിൽ ഇല്ലായിരുന്നു. ഒരു നിഷ്കളങ്കമായ പ്രേമമായിരുന്നു. അതാണ് ദൈവം വിഭാവനം ചെയ്ത മാരേജ്. അതായത് നിഷ്കളങ്ക സ്നേഹത്തിൽ അവളെ സ്നേഹിച്ചു, നിഷ്കളങ്കമായ കണ്ണുകളോടുകൂടി അവളെ കണ്ടു, അല്ലേ? അതിലവർക്ക് ലജ്ജ തോന്നിയില്ല എന്ന് പറയുന്നു. അതിൽ സാത്താൻ എന്താ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? സാത്താൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് കൺകിപ്പിസൻസ്. അതായത് കണ്ണുകളുടെ ദുർമോഹം, അല്ലേ? എന്ത് വേണമെങ്കിലും ആകാം, ജഡിക മോഹം, അല്ലെ ആ ഒരു കൺകിപ്പിസൻസ്, എന്താ അതിന് പറയുന്നത്, ലസ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു നിഷ്കളങ്ക പ്രേമത്തിലേക്ക് സാത്താൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതാണ്. അങ്ങനെയാണ് ആ ബന്ധത്തിൻ്റെ പൂർണ്ണതയെ സാത്താൻ നശിപ്പിച്ച് കളഞ്ഞത്. മനസ്സിലായോ? അപ്പം ദൈവം ആദിയിലെ വിഭാവനം ചെയ്തത് അങ്ങനെ ഒരു ബന്ധമല്ലായിരുന്നു. ദൈവം വിഭാവനം ചെയ്തത് നിഷ്കളങ്കമായ ഒരു സ്നേഹബന്ധമായിരുന്നു, അല്ലേ? ആ നിഷ്കളങ്കമായ സ്നേഹബന്ധത്തിലേക്ക് നമുക്ക് എപ്പോഴും ഉയരാൻ സാധിക്കുന്നു. അപ്പോൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മൾ ഭാര്യയും ഭർത്താവും തമ്മിലൊരു പെർഫെക്റ്റ് സ്നേഹബന്ധമാണെന്നല്ലേ. ആ ക്രമം നമ്മൾ പാലിക്കുന്നു എന്ന്. അപ്പോൾ തോബിയാസിൻ്റെ ആ പ്രാർത്ഥന വളരെ മനോഹരമാണ്. അതിനകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പ്രാർത്ഥന. തോബിയാസ് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ആദ്യ രാത്രിയിൽ തോബിയാസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ വിശുദ്ധവും മഹനീയവുമായ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ആകാശവും അങ്ങയുടെ സകല സൃഷ്ടികളും അങ്ങയെ വാഴ്ത്തട്ടെ. അവിടുന്ന് ആദത്തെ സൃഷ്ടിച്ചു, അവന് തുണയും താങ്ങുമായി ഹവ്വയെ ഭാര്യയായി നൽകി. അവരിൽ നിന്ന് മാനവ വംശം ഉദ്ഭവിച്ചു. അവിടുന്ന് പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല, അവനു വേണ്ടി അവനെപ്പോലുള്ള ഒരു തുണയെ നമുക്ക് സൃഷ്ടിക്കാം. കർത്താവെ, ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകണമേ. ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് അവിടുന്ന് അനുഗ്രഹിച്ചാലും. ഇതാണ് തോബിയാസ് പറയുന്നത്. അപ്പോൾ ഏതൊരു ഭർത്താവും സ്വന്തം ഭാര്യയെ കർത്താവിൽ നിന്നാണ് സ്വീകരിക്കുന്നത്, അല്ലേ? നമ്മൾ അൾത്താരയിൽ ദൈവത്തെയും എല്ലാവരെയും സാക്ഷിയാക്കിയാണ് ഒരു ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവും എന്ന ഒരു വലിയ ഒരു ബന്ധത്തിലേക്ക് കടക്കുന്നത്, അല്ലേ? ആ അൾത്താരയിൽ നിന്നാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അങ്ങനെ ഒരു പ്രോമിസിലാണ് നമ്മൾ സ്വീകരിക്കുന്നത്, അല്ലേ? അങ്ങനെ സ്വീകരിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, തോബിയാസ് പറയുന്നത്, കർത്താവെ, ഞാനിവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? നിഷ്കളങ്കമായ പ്രേമത്താൽ ഭാര്യയെ നമുക്ക് ആ അൾത്താരയിൽ വെച്ച് കർത്താവിൽ നിന്ന് സ്വീകരിക്കാൻ സാധിക്കണം. അപ്പോൾ ആ നിഷ്കളങ്കമായ സ്നേഹത്തിൽ സ്വീകരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ജീവിതകാലം മുഴുവൻ ആ നിഷ്കളങ്കത ഉണ്ടാകത്തുള്ളൂ, അല്ലേ? അപ്പോൾ അതിന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, അത് നമുക്ക് പെട്ടെന്ന് പറ്റുന്ന ഒരു കാര്യമാണ്. കൊച്ചിലെ തൊട്ട് നമ്മൾ അതിന് ട്രെയിൻ ചെയ്ത് പിള്ളേരെ വളർത്തണ്ടേ? എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യമാണ്, അല്ലേ? അപ്പം നമ്മൾ ആ കുഞ്ഞിലെ തൊട്ട് പിള്ളേരോട് പറഞ്ഞു കൊടുക്കണം ഇതിൻ്റെ പവിത്രത എന്താണ്, വിവാഹബന്ധത്തിൻ്റെ പവിത്രത എന്താണ്, ദൈവം എങ്ങനെയാണ് അതിനെ വിഭാവനം ചെയ്തത്, ദൈവം എങ്ങനെയാണ് അതിനെ എന്തൊക്കെ കൽപ്പനകളാണ് വിവാഹ ജീവിതത്തിൽ കൊടുത്തിരിക്കുന്നത്. ഭാര്യയെ നമ്മൾ അല്ലെങ്കിൽ ഭർത്താവിനെ നമ്മൾ അൾത്താരയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അവനെ സാക്ഷിയാക്കി ദൈവത്തിൻ്റെ സാക്ഷിയാക്കിയാണ് ഒരാളെ ഭാര്യ അല്ലെങ്കിൽ ഒരാളെ ഭർത്താവെന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നത്. അപ്പം നമ്മൾ സ്വീകരിക്കുമ്പോൾ നിഷ്കളങ്കമായ പ്രേമത്താൽ സ്വീകരിക്കണമെങ്കിൽ ഒരു മനുഷ്യൻ അല്ലെ ഒരു ഭർത്താവാകട്ടെ ഭാര്യയാകട്ടെ ജീവിതകാലം മുഴുവൻ പ്രാക്ടീസ് ചെയ്ത ഒരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ
മാത്രമേ ഉള്ളൂ ആ നിഷ്കളങ്കമായ പ്രേമത്താൽ അവൾക്ക് അവളെയോ അവനെയോ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലേ. അതായത് വിവാഹപൂർവ്വ ബന്ധം, അതായത് ദൈവം സഭ അനുവദിക്കുന്നില്ല, കർത്താവ് അനുവദിക്കുന്നില്ല അല്ലേ. ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് ഏറ്റവും പവിത്രമായ ബന്ധമാണ്. ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവ്, അല്ലെ ഒരു ഭർത്താവിന് ഒരു ഭാര്യ, അതാണ് ദൈവം വിഭാവനം ചെയ്തത്. ഡൈവോഴ്സ് പോലും കർത്താവ് അനുവദിക്കുന്നില്ല. പലയിടത്തും നമ്മളത് വായിക്കുന്നുണ്ട് കേട്ടോ. അത് വിവാഹമോചനത്തെ സംബന്ധിച്ച് 19 മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഫരിസേയർ അടുത്തേന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദി മുതലേ അവരെ പുരുഷനും സ്ത്രീയായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഉൽപ്പത്തിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. തന്മൂലം പിന്നീടൊരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. അത്ര മനോഹരമായിട്ടാണ് ദൈവം ആ ബന്ധത്തെ വെച്ചിരിക്കുന്നത്. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കർത്താവ് അങ്ങനെയാണ് പറയുന്നത്. അവർ അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഉപേക്ഷാപത്രം നൽകി ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് മോശ വിധിച്ചത് എന്തുകൊണ്ട്? അവർ കർത്താവിനോട് ചോദിക്കുക, ടെസ്റ്റ്. അവൻ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമാണ്. ഹൃദയകാഠിന്യ നിമിത്തമാണ് മോശ അനുവദിച്ചത്. എങ്കിലും ആദിയിൽ എൻ്റെ പിതാവ് അങ്ങനെയല്ല നിശ്ചയിച്ചത്. ആദി എന്ന് പറയുന്നത് എപ്പോഴാണ്? ആ പെർഫെക്റ്റ് ടൈം അല്ലേ. ആദാമിനെയും ഹവ്വായെയും കർത്താവ് സൃഷ്ടിച്ച് ഏദനിലാക്കിയപ്പോൾ കർത്താവ് വിഭാവനം ചെയ്ത ബന്ധത്തെ അങ്ങനെ അല്ലായിരുന്നു അല്ലേ. അവരൊറ്റ ശരീരമായി തീരും. അത്രയും പവിത്രമായൊരു ബന്ധമാണ് കർത്താവ് വിഭാവനം ചെയ്തത്. അങ്ങനെയെങ്കിൽ ഉപേക്ഷാപത്രം നൽകി ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് മോശ വിധിച്ചത് എന്തുകൊണ്ട്? അവൻ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമാണ്. എന്നാൽ മോശ നിങ്ങൾക്ക് അനുമതി നൽകിയത് ആദ്യം മുതലേ അങ്ങനെയായിരുന്നില്ല. ആദ്യം എന്ന് പറയുന്ന ആദ്യത്തേത് അല്ലേ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം മൂലമല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ശിഷ്യന്മാർ ഇവനോട് പറഞ്ഞു, ഭാര്യാഭർത്തൃബന്ധം ഇത്തരത്തിലുള്ളതെങ്കിൽ വിവാഹം ചെയ്യിക്കാതിരിക്കുന്നതാണല്ലോ ഭേദം. അവൻ പറഞ്ഞു, കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഉപദേശം ഗ്രഹിക്കുന്നില്ല. എന്തെന്നാൽ ഷണ്ഡന്മാരായി ജനിക്കുന്നവരുണ്ട്, മനുഷ്യരാൽ ഷണ്ഡരാക്കപ്പെടുന്നവരുമുണ്ട്, സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ഡരാക്കുന്നവരുമുണ്ട്. അതൊരു വചനം പലയിടത്തുണ്ട് കേട്ടോ. പിന്നെ മലാഖിയുടെ ഇതിൽ വിശ്വസ്തതയെക്കുറിച്ച് പറയുമ്പം വീണ്ടും വിവാഹമോചനത്തെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട് കേട്ടോ. എന്തുകൊണ്ട് അവിടുന്ന് ഇത് സ്വീകരിക്കുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ തേങ്ങിക്കരഞ്ഞ് കർത്താവിൻ്റെ ബലിപീഠം കണ്ണീരുകൊണ്ട് മൂടുന്നു, എങ്കിലും നിങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എന്തുകൊണ്ട് അവിടുന്ന് ഇത് സ്വീകരിക്കുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കുന്നു. ഉടമ്പടി അനുസരിച്ച് നിൻ്റെ ഭാര്യയും സഖിയുമായിരുന്നിട്ടും നീ അവിശ്വസ്തത കാണിച്ച നിൻ്റെ യൗവനത്തിലെ ഭാര്യയും നീയും തമ്മിലുള്ള ഉടമ്പടിക്ക് കർത്താവ് സാക്ഷിയായിരുന്നു എന്നതുകൊണ്ട് തന്നെ അല്ലേ. കർത്താവിനെ സാക്ഷിയാക്കിയാണ് നമ്മൾ സ്വീകരിച്ചത്, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ അല്ലേ. അപ്പോൾ അവിടെ അവിശ്വസ്തത കാണിക്കാൻ പാടില്ല. ഏക ശരീരവും ഏക ആത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്. ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? അതുകൊണ്ട് യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്തത കാണിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുവാൻ. എല്ലാവരും വിവാഹ ജീവിതത്തിൽ ഒരിക്കലും അങ്ങോട്ടോ ഇങ്ങോട്ടോ അവിശ്വസ്തത കാണിക്കരുത്. അതെത്രമാത്രം മറ്റാളെ ഹെർട്ട് ചെയ്യുമെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു, ഒരുവൻ തൻ്റെ വസ്ത്രം അക്രമം കൊണ്ട് പൊതിയുന്നതിനെയും ഞാൻ വെറുക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ വ്യാപരിക്കുക, അവിശ്വസ്തത കാണിക്കരുത്. അവിശ്വസ്തത കർത്താവ് വെറുക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു. അത് എത്ര ഒരു ഉടമ്പടി അല്ലേ, ഒരു കവനന്റ് റിലേഷൻഷിപ്പ് പോലെ അല്ലേ. അത്ര സൂക്ഷ്മതയോടുകൂടി നമ്മളത് കാത്തു സൂക്ഷിക്കണം ആ വിവാഹ ബന്ധത്തെ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുപ്പം തൊട്ട് നമ്മൾ പാലിക്കണം അല്ലേ. ചെറുപ്പം തൊട്ട് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ അവർ ആ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ആ ശരിയായ ബോധ്യത്തോടുകൂടി കടക്കത്തുള്ളൂ അല്ലേ. അപ്പോൾ മാത്രമേ അവർ ആ നിഷ്കളങ്കമായ പ്രേമത്തോടുകൂടി മറ്റൊരാളെ അല്ലെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഓൾറെഡി അവരുടെ മൈൻഡ് ഭയങ്കര കറപ്റ്റായിരിക്കും അല്ലേ. ഇന്നത്തെ കാലത്ത് ഈ കറപ്റ്റാക്കുന്ന ഒന്നാമത്തെ കാര്യമാണ് പോണോഗ്രഫി. പല കുട്ടികളും അതിന് അഡിക്റ്റഡ് ആണെന്ന് കേൾക്കുന്നു. എന്തുമാത്രം ദോഷമാണ് അതുകൊണ്ട് വരുന്നതെന്നുള്ളത് പല സ്റ്റഡീസ് പറയുന്നു. ഇതൊക്കെ അഡിക്റ്റായിട്ടുള്ള ആൾക്കാരുടെ തലച്ചോറിൻ്റെ സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ ഘടന തന്നെ മാറിപ്പോകുന്നു എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഏറ്റവും
ഏറ്റവും അധികം ഒഴിവാക്കേണ്ട തിന്മകളാണ്. പോണോഗ്രഫി, മോശമായ ചിത്രങ്ങൾ കാണുക, ഇങ്ങനത്തെ ചിന്തകൾ കൊണ്ട് നടക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന ആ പിക്ചർ നമ്മുടെ മനസ്സിൽ അത് സ്റ്റേ ചെയ്യും. അപ്പം അതിൻ്റെ ദൂഷ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റൊരാളെ അല്ലെങ്കിൽ നമ്മളുടെ ഭാര്യ അല്ലെങ്കിൽ ഒരു പങ്കാളിയെ ഒരു ഒബ്ജക്റ്റായിട്ട് കാണാൻ പറ്റും, ഒബ്ജക്റ്റായിട്ട് കാണാൻ തുടങ്ങും. അതായത് അവരൊരു പ്ലഷറിനുള്ള ഒരു വസ്തു, ആ നിഷ്കളങ്കമായ പ്രേമം എന്നുള്ള കൺസെപ്റ്റ് പോലും മനസ്സിൽ നിന്ന് പോയി. മനസ്സിലായോ? പിന്നെ ഒരു ഭയങ്കരമായ ഒരു ലസ്ഫുൾ ബന്ധത്തിലേക്ക് അത് പോകുന്നത്. മനസ്സിലായോ? അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആ ഒബ്ജക്റ്റിഫൈ ചെയ്യാൻ തുടങ്ങും നമ്മൾ മറ്റേ ആളെ, അല്ലേ? ഒരു ഒബ്ജക്റ്റായിട്ട് കാണാൻ പോകുമ്പോൾ അതിലൊരു കമ്മ്യൂണിയൻ ഇല്ല, അല്ലേ? പരസ്പരം ഒരു സ്നേഹമില്ല, പരസ്പരം ഒരു ബഹുമാനം ഇല്ല, അല്ലേ? അതിനൊരു മനോഹാരിതയില്ല. നമ്മൾ അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം പലപ്പോഴും ഈ ഓരോ ക്രമരഹിതമായ ബന്ധങ്ങൾ, അല്ലേ, വിവാഹേതര ബന്ധങ്ങൾ, അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പുള്ള ബന്ധങ്ങൾ, അല്ലെ കല്യാണം കഴിച്ചിട്ട് തന്നെ മറ്റ് ബന്ധങ്ങളിലേക്ക് പോകുന്നത് ഒക്കെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മുടെ മനസ്സിനെ മലിനമാക്കുന്നത് കൊണ്ടാണ്, ആ നിഷ്കളങ്കത നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഒത്തിരി നമ്മുടെ കണ്ണുകളെ സൂക്ഷിക്കണം, നമ്മുടെ ചിന്തകളെ സൂക്ഷിക്കണം. അതായത് ഒരു പരിശുദ്ധി അല്ലെങ്കിൽ ഒരു വിശുദ്ധി എപ്പോഴും വിവാഹത്തിലും അത് കാത്തു സൂക്ഷിക്കണം. വിവാഹമായി എന്ന് പറഞ്ഞിട്ട്, വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊന്നും കാണാമെന്നുള്ള ഒരു ലൈസൻസ് അത് അങ്ങനെയല്ല. ആ വിവാഹത്തിലും നമ്മൾ ആ പരിശുദ്ധി, ആ നിഷ്കളങ്കമായ പ്രേമം കാത്തു സൂക്ഷിക്കാൻ പറ്റണം. അല്ലെങ്കിലാണ് നമ്മൾ മറ്റൊരാളെ ഒബ്ജക്റ്റായിട്ട് കാണുമ്പോൾ അവർക്കും അത് പെർസീവ് ചെയ്യാൻ പറ്റും, അല്ലേ? അവർക്കും അപ്പം ആ ഒരു ഊഷ്മളമായ സ്നേഹം ലഭിക്കത്തില്ല. അവർക്കും ശരിക്കും പറഞ്ഞാൽ അന്നേരം ആ ദൈവം വിഭാവനം ചെയ്ത ആ വിവാഹബന്ധത്തിൻ്റെ ഭംഗി തന്നെ പോവുകയാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞിലേ തൊട്ട് മക്കളെ പറഞ്ഞു പഠിപ്പിക്കണം. അത് പിന്നെ ഈ മറ്റ് ബന്ധങ്ങളിൽ പോകുന്നത്, അല്ലെങ്കിൽ ഈ പ്രകൃതി വിരുദ്ധമായ ബന്ധങ്ങൾ, അല്ലേ? വിവാഹത്തിലൊക്കെ ആണെങ്കിലും പല പ്രകൃതി വിരുദ്ധമായ, വിവാഹ ജീവിതത്തിൽ തന്നെ പ്രകൃതി വിരുദ്ധമായ ബന്ധങ്ങൾ, രീതികളൊക്കെ കാത്തു സൂക്ഷിക്കുന്നവരുണ്ടല്ലേ, ചെയ്യുന്ന അങ്ങനത്തെയൊക്കെ ഉണ്ട്. അപ്പം ഓറൽ സെക്സൊക്കെ പാപമാണ്. അപ്പം ദൈവം ആഗ്രഹിക്കാത്ത, വിഭാവനം ചെയ്യാത്ത ഒത്തിരി കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ തന്നെ ഇമാജിൻ ചെയ്യുക, കാണുകയൊക്കെ ചെയ്യുന്നത് വഴിയാണ് ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടക്കുന്നത്, അല്ലേ? ഇതൊന്നും നാച്ചുറൽ അല്ല. ഇതൊക്കെ ഒത്തിരിയും അൺനാച്ചുറൽ ആയിട്ടുള്ളത് ആ ശരിയായ ജീവിതക്രമം പാലിക്കാത്തത് കാരണം ഉള്ളിലേക്ക് കടന്നു വരുന്ന തിന്മകളിൽ നിന്ന് വരുന്നതാണ്. ഈ ഓരോ ഇപ്പോൾ സോതോമിലെ തിന്മകൾ എന്തായിരുന്നു? സോതോമിൻ്റെ തിന്മ എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ. അപ്പോൾ സോതോമും ഗോമോറയും എന്തുകൊണ്ട് കർത്താവ് നശിപ്പിച്ചു, അല്ലേ? സോഡോമി എന്തുകൊണ്ടാണ് കർത്താവ് അത് നശിപ്പിച്ചത്? അവരുടെ തിന്മ സ്വർഗത്തോളം ഉയർന്നു. എന്നിട്ടാണ് ദൈവം വന്നിട്ട് തീയും ഗന്ധകവും ഇട്ട് അതിനെ നശിപ്പിച്ച് കളഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ബന്ധങ്ങൾ, അതിലേക്കൊക്കെ പോകരുത്. കർത്താവ് വിഭാവനം ചെയ്ത ആ മനോഹരമായ ബന്ധം ആസ്വദിക്കാൻ പറ്റാതെ വരുവാണ് ചെയ്യുന്നത്, അല്ലേ? ആ ഫുൾനെസ്സിൽ ജീവിക്കാൻ പറ്റാതെ വരുവാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് ഈ വിവാഹ ബന്ധത്തെ തകർക്കുന്ന ഒത്തിരി മേഖലകൾ. അപ്പം നമ്മൾ ഇതിലൊക്കെ സൂക്ഷിക്കുവാണെങ്കിൽ, നമ്മൾ ചെറുപ്പം തൊട്ടേ ഒരു നല്ല ഡിസിപ്ലിനിൽ മക്കളെ വളർത്തുകയും വിവാഹത്തിൽ പോലും നമ്മൾ ആ ഒരു ഡിസിപ്ലിൻ കാത്തു സൂക്ഷിക്കുവാണെങ്കിൽ, തോബിയാസ് പ്രാർത്ഥിച്ചതുപോലെ സന്തോഷത്തോടെ കൂടി വാർദ്ധക്യമാകുന്നത് വരെയും ഏറ്റവും സന്തോഷത്തോടുകൂടി ജീവിക്കാൻ പറ്റും, അല്ലേ? ദൈവം തന്ന ആ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവുമായിട്ടും. കർത്താവേ, ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങനെ ഓരോ വരനും അല്ലെങ്കിൽ ഓരോ വധുവിനും അൾത്താരയിൽ വെച്ച് അങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കണം. അത് സാധിക്കണമെങ്കിൽ നമ്മൾ ആ നിമിഷം വരെയും ഒരു പരിശുദ്ധി കാത്തു സൂക്ഷിക്കണം, അല്ലേ? അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകണമേ. അങ്ങനെ കാത്തു സൂക്ഷിച്ച് ഒരാൾ പ്രാർത്ഥിക്കുക, അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകണമേ, ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് അവിടുന്ന് അനുഗ്രഹിച്ചാലും. അങ്ങനെ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ഏറ്റവും മനോഹരമായ ഒരു ദാമ്പത്യ ജീവിതവും അതിലൂടെ വിരിയുന്ന അനേക മനോഹരമായ പുഷ്പങ്ങളും നമ്മുടെ മക്കളും ദൈവം തന്ന് നമ്മളെ അനുഗ്രഹിക്കും കേട്ടോ. അത് ഒരു പ്രോമിസാണ് ദൈവത്തിൻ്റെ. അപ്പം ഞാൻ എപ്പോഴും പിള്ളേരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രഭാഷകനിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ പ്രഭാഷകനിൽ ഉത്തമ ഭാര്യ 26 ഭയങ്കര രസം അതൊക്കെ വായിക്കാൻ.
26 എല്ലാ ഭാര്യമാരും അത് വായിച്ച് നോക്കിയിട്ട് അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. പ്രഭാഷകൻ 26 ഞാൻ എല്ലാം വായിക്കാൻ പോയാൽ സമയം പോകും. അപ്പം അതുപോലെ തന്നെ പറയുന്നുണ്ട്, ഉത്തമയായ ഭാര്യ ദൈവഭക്തന് സമ്മാനം, അല്ലേ? ദൈവഭക്തിയോടുകൂടി ജീവിക്കുന്ന മനുഷ്യന് ദൈവം കൊടുക്കുന്ന സമ്മാനമാണ് ഉത്തമയായ ഭാര്യ എന്നാണ് നമ്മൾ വായിക്കുന്ന വചനത്തിൽ. ഉത്തമയായ ഭാര്യ ദൈവഭക്തന് സമ്മാനം. അപ്പം നമ്മൾ ദൈവഭക്തി ഇല്ലാതെ ദൈവകൽപ്പനകളെ മാനിക്കാതെ ജീവിക്കുകയാണെങ്കിൽ ഉത്തമയായ ഭാര്യയെ കിട്ടാനുള്ള പ്രോബബിലിറ്റി ഈസ് വെരി ലോ. അങ്ങനെയാണല്ലോ, മനം പോലെ മാംഗല്യം എന്നല്ലേ പറയുന്നത്, അല്ലേ? നമ്മൾ പറയുന്നത് മനം, നമ്മുടെ മനസ്സെങ്ങനെയാണോ അതുപോലെ, അല്ലേ? നമ്മൾ എന്ത് പറയുന്നത്, ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, അല്ലേ? ഈ കർമ്മഫലം എന്നൊക്കെ പറയുന്നല്ലേ, നന്നായിട്ട് ജീവിച്ചാൽ നല്ലത് കിട്ടും, മോശമായിട്ട് ജീവിച്ചാൽ എവിടെയെങ്കിലും മോശം തിരിച്ചു കിട്ടും, അല്ലേ? എക്സെപ്ഷൻസ് ആർ ഓൾവേസ് ദെയർ. പക്ഷേ എക്സെപ്ഷൻസ് മാറ്റി വെച്ചാൽ ഇഫ് യു ടേക്ക് ദ പ്രോബബിലിറ്റി, ദർ ഈസ് എ ഹൈ പ്രോബബിലിറ്റി. നല്ലത് ചെയ്താൽ നന്മ വരാനും മോശം ചെയ്താൽ മോശം വരാനുമുള്ള പ്രോബബിലിറ്റി ഈസ് വെരി ഹൈ, അല്ലേ? അപ്പം ഉത്തമയായ ഭാര്യ ദൈവഭക്തന് സമ്മാനമാണ്. അപ്പോൾ ദൈവഭക്തി ഇല്ലാതെ ജീവിക്കുമ്പോൾ നിനക്ക് നിൻ്റെ രീതിക്ക് തന്നെ അനുസരിച്ച് ഒരു ഭാര്യയെ കിട്ടത്തുള്ളൂ. ഉത്തമയായ ഭാര്യയെ ദൈവം തരത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. എക്സെപ്ഷൻസ് ആർ ഓൾവേസ് ദെയർ. സോ എക്സെപ്ഷൻ ദൈവം തൻ്റെ ജ്ഞാനത്തിൽ ദൈവം അനുവദിക്കുന്ന കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ബട്ട് പ്രോബബിലിറ്റി ഈസ് വെരി ലോ, അല്ലേ? അപ്പം ഞാൻ പിള്ളേരോട് പറയും, നിങ്ങളെപ്പോഴും നല്ല ഭാര്യ അല്ലെങ്കിൽ നല്ല ഭർത്താവിനെ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു സന്തോഷകരമായ ജീവിതം വേണമെങ്കിൽ ആ ഒരു കമ്മ്യൂണിയൻ വേണം, അല്ലേ? ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരു സ്നേഹം വേണം, ഒരു ഊഷ്മളത വേണം. അപ്പം അതിന് നമ്മൾ നല്ലതായിട്ട് ജീവിച്ച് ദൈവഭക്തിയോടും ജീവിച്ച് അവൻ്റെ കൽപ്പനകളെ പാലിക്കുമ്പോൾ മാത്രം ദൈവം തരുന്ന ഒരു സമ്മാനമാണ് ഉത്തമയായ ഭാര്യ, വചനമനുസരിച്ച്. അപ്പോൾ ഞാൻ മക്കളോട് പറയും, അതാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തിനാണ് നമ്മൾ അതിനകത്തൊക്കെ റിസ്ക് എടുക്കാൻ പോകുന്നത്, അല്ലേ? ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുക. അവൻ തന്നെ നമുക്ക് അവരെ കൊണ്ട് തരും, നമ്മുടെ കയ്യിൽ കൊണ്ട് തരും, നല്ല ഭാര്യയും നല്ല ഭർത്താവിനെയൊക്കെ. അപ്പോൾ നല്ല ഭാര്യയും നല്ല ഭർത്താവിനെയും കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജീവിതം എന്ന് പറയുന്ന ഒരു നരകമായി തീരും, അല്ലേ? അപ്പോൾ കുറച്ച് കാര്യങ്ങൾ, അപ്പം നമ്മൾ ദാമ്പത്യ ജീവിതത്തിലെ വിശ്വസ്തത, അതുപോലെ തന്നെ എങ്ങനെയാണ് ആ നിഷ്കളങ്കമായ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനത്തെ ഉള്ള ഈ കറക്റ്റായിട്ടുള്ള അറിവുകൾ കൊടുക്കണം കേട്ടോ. ഈ പോർണോഗ്രഫി കാണുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളെല്ലാം തെറ്റാണ്, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു അവബോധം അവർക്ക് കൊടുക്കണം, അല്ലേ? ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഈ അബോർഷന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് പോലും ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല, അല്ലേ? അതൊക്കെ ഞാൻ ഓർക്കും, അതൊക്കെ വളരെ ഒബ്വിയസ് ആണ്, അല്ലേ? ഒരു കുഞ്ഞ് നമ്മുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ ജീവൻ അതിനുണ്ട്, അല്ലേ? നമ്മൾ 7 ആഴ്ചയിലെ ആദ്യത്തെ സ്കാൻ ചെയ്യുമ്പം അതിൻ്റെ ഹൃദയം ഇടിക്കുന്നത് നമുക്ക് കാണാം, അല്ലേ? ഹൃദയമിടിപ്പ് നമുക്ക് കേൾക്കാം, അല്ലേ? അത്രയും ആ ഹൃദയം സ്പന്ദിക്കുന്നുണ്ട്, ആ ജീവനുണ്ട്. അത് കുഞ്ഞാന്ന് മാത്രം, അത് വളർന്നിട്ടില്ല എന്ന് മാത്രം. അതൊരു പൂർണ്ണ മനുഷ്യനാണ്, അല്ലേ? ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ആണ്. അതിനെ നമ്മൾ 9 മാസം വിട്ടാൽ അത് പൂർണ്ണതയിലെത്തി വെളിയിൽ വരും, അല്ലേ? അപ്പം ആ ഏതൊരു നിമിഷവും നമ്മളതിനെ കൊന്നു കളയുമ്പോൾ നമ്മൾ കൊലപാതകമാണ് ചെയ്യുന്നതെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 7 ആഴ്ചയിൽ എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ദൈവം ഡോക്ടർ എന്നെ സ്കാൻ ചെയ്തപ്പോൾ 7 ആഴ്ചയിൽ ആദ്യത്തെ സ്കാനിൽ ദിസ് ഇസ് ദ ഹാർട്ട് ഈസ് ബീറ്റിംഗ്, ക്യാൻ യു സീ ഇറ്റ് എന്ന് പറഞ്ഞിങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ കരഞ്ഞു, എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വന്നു. അതൊരു പ്രത്യേക ഒരു മൊമെൻ്റാണ്. നമ്മുടെ ഉള്ളിൽ ഒരു ജീവൻ തുടിക്കുന്നു, അല്ലേ? നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊരു 5 മാസം ആകുമ്പോഴേ അത് ഫീൽ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ മോഡേൺ ഇതെല്ലാം വെച്ച് നോക്കുമ്പം വളരെ 7 ആഴ്ച തന്നെ നമുക്കത് കാണാൻ സാധിക്കുന്നു, അല്ലേ? ആ ഒരു സന്തോഷവും ആ കുഞ്ഞിനെ 9 മാസം പൂർണ്ണ വളർച്ച എത്തിയിട്ട് എൻ്റെ കയ്യിലേക്ക് കണ്ടപ്പോഴുള്ള സന്തോഷവും തമ്മിലുള്ള സന്തോഷത്തിന് വലിയ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോഴും ഞാൻ കരഞ്ഞു, ആദ്യവും ഞാൻ കരഞ്ഞു. അത്രയും ഒരു പവിത്ര, അല്ലെ? ആ ജീവൻ്റെ വിലയെന്ന് പറയുന്നത് ഭയങ്കരമാണ്, അല്ലേ? നമുക്കൊരിക്കലും ഒരു ആത്മാവിനെ സൃഷ്ടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അണ്ടവും ബീജവും ചേർന്ന ആ നിമിഷം തന്നെ ദൈവം ആ ജീവശ്വാസം നസാരന്ധ്രങ്ങളിലേക്ക് ഊതി അവൻ ജീവനുള്ള മനുഷ്യനായി തീർന്നു. അപ്പോൾ ആ ആത്മാവിനെ ദൈവം ക്രിയേറ്റ് ചെയ്തിട്ട് ഇൻഫ്യൂസ് ചെയ്യുവാണ് മനുഷ്യനിലേക്ക്. ആ ഒരു അണ്ടവും ബീജവും ചേരുന്ന ഒരു നിമിഷം, ആ ചേരുന്ന നിമിഷം ആ ആത്മാവിനെ ഇൻഫ്യൂസ് ചെയ്യുവാണ്. അപ്പോൾ ആ കുഞ്ഞിന് ജീവിക്കാനുള്ള അവകാശത്തെ നമ്മൾ തള്ളിക്കളയുവാണ് കൊല്ലുക വഴി, അല്ലേ? എന്ത് കാരണം ആയിക്കൊള്ളട്ടെ, ഒരു കാരണം കൊണ്ടും നമുക്കതിനെ കൊല്ലാനുള്ള അവകാശം ദൈവം തന്നിട്ടില്ല. അപ്പോൾ പലരും ഇപ്പോൾ കളയുന്ന ഓരോ ഹെൽത്ത് റീസൺസ്, അല്ലെങ്കിൽ കുട്ടിക്ക് എന്താ പറയുന്നത്, ഓട്ടിസമാണ്, അല്ലെങ്കിൽ ഒരു
വളർച്ച കുറവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞൊക്കെ കളയും. പക്ഷേ നമുക്കങ്ങനെ ഒരു വീക്കാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ തള്ളിക്കളയുവാണോ ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവരെ കൂടുതൽ ചേർത്ത് പിടിക്കുകയല്ലേ ചെയ്യേണ്ടത്, അല്ലേ? വീക്കായിട്ടുള്ളവരെ കൂടുതൽ ചേർത്ത് പിടിക്കുകയല്ലേ, കൂടുതൽ സംരക്ഷിക്കുകയല്ലേ ചെയ്യേണ്ടത്? കൊന്നുകളയുവാണോ ചെയ്യേണ്ടത്, അല്ലേ? അപ്പം ഞാൻ ഒത്തിരി ഇങ്ങനെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള പിള്ളേരുടെ അമ്മമാരൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത്, ഞങ്ങൾക്ക് ദൈവം തന്ന മാലാഖയെന്നാണ് പറയുന്നത്, ഏഞ്ചൽ, അല്ലേ? ഇത്ര ഇന്നസെൻ്റായിട്ട്, എത്രയും വലുതായിട്ട്, അത്ര ഇന്നസെൻ്റായിട്ട് അവർ സ്നേഹിക്കുന്ന അവരുടെ ഒരു ചിരി മതി ഞങ്ങളുടെ ആ ദിവസം സന്തോഷമാക്കാനെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഓർക്കും, ശരിക്കും എല്ലാം ഉണ്ടായിട്ടും ബുദ്ധി ഉണ്ടായിട്ടും വഴിതെറ്റിപ്പോവുകയും മാതാപിതാക്കളെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന മക്കളെക്കാട്ടിലും എത്രയോ നല്ലതാണ് ഈ മാലാഖമാരായ മക്കൾ, അല്ലേ? അപ്പം അവർക്കൊക്കെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. നമുക്കവരെ ഒന്നിൻ്റെ പേരിലും അബോർഷൻ ദൈവം അല്ലെ ഒരു കൊലപാതകം ദൈവം അനുവദിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ആ ജീവൻ്റെ വില, അല്ലെങ്കിൽ ജീവൻ എന്താണ്, ജീവൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ദൈവം അതൊക്കെ നമുക്ക് പിള്ളേരെ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ വേറൊരു ഭാഗം മാത്രം കേൾക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നും, അല്ലേ? ഈ ഒരു ഭാഗം കേൾക്കുന്നില്ലെങ്കിൽ. അതുപോലെ തന്നെ കത്തോലിക്ക സഭ IVF ഒട്ടും പെർമിറ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സെയിം റീസൺ തന്നെ. ഒത്തിരിയേറെ അണ്ടവും ബീജവും യോജിപ്പിച്ചിട്ട് ഒത്തിരി എണ്ണത്തിനെ ഡിസ്ട്രോയ് ചെയ്തിട്ടാണ് ഒരെണ്ണം സർവൈവ് ചെയ്ത് വരുന്നത്, അല്ലേ? അപ്പം അതൊരു അബോർഷന് തുല്യമായ ഒരു ആക്ട് ആയതുകൊണ്ടാണ് IVFഉം സഭ ഒട്ടും പ്രോത്സാഹിപ്പിക്കാത്തത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുകയും അതിൻ്റെ ആ ധാർമ്മികമായ വശങ്ങൾ, ആ എത്തിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യണം നമ്മുടെ മക്കളെ. അപ്പം ഇതൊക്കെ ഞാൻ പറയുമ്പോഴും എന്തെങ്കിലും കാരണവശാൽ ഡിവോഴ്സ് ആയിട്ടുള്ളവരോ IVFന് പോയിട്ടുള്ളവരോ അബോർഷൻ ചെയ്തവരോ ഒന്നും വിഷമിക്കുകയോ ദുഃഖിക്കുകയോ ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് ദൈവത്തോട് മാപ്പപേക്ഷിക്കുക. അതിനെ ഒന്ന് കഴുകുക, കർത്താവിൻ്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കുക. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്, അല്ലേ? നമുക്ക് റിവോക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിൽ നമ്മൾ ദൈവത്തോട് മാപ്പപേക്ഷിച്ച് നമുക്ക് തിരുത്താൻ പറ്റാത്തൊരു കാര്യം, അല്ലേ? നമുക്ക് പിന്നെ അണ്ടു ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ദൈവത്തോട് കുമ്പസാരത്തിൽ മാപ്പപേക്ഷിക്കുക. ദൈവം കാരുണ്യവാനായ പിതാവാണ്. ആരും വിഷമിക്കുകയോ അല്ലെങ്കിൽ ഒരു ഡിപ്രഷനിലേക്ക് പോവുകയോ വിഷമിക്കുകയോ ഒരു നെഗറ്റിവിറ്റിയുടെയും ആവശ്യമില്ല. പക്ഷേ എന്താണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, വചനത്തിൽ ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് എന്താണ് മനസ്സിലായത്, ഈ ഒരു കാര്യങ്ങളാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ അതിലാരും വിഷമിക്കുകയോ അതിനെ ഒരു നെഗറ്റീവായിട്ട് എടുക്കുകയോ ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ അറിവിനാണ്, അല്ലേ? നമ്മളെല്ലാവരും തെറ്റുകളും കുറ്റങ്ങളും ഉള്ള മനുഷ്യരാണ്. പക്ഷേ അത് തിരുത്തി മുന്നോട്ട് പോവുക, ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ്, അല്ലേ? അപ്പോഴാണ് പൂർണ്ണതയിലെത്തുന്നത്. അന്നേരമാണ് നമ്മൾ സന്തോഷത്തിൽ ജീവിക്കുന്നത്, അല്ലേ? ആ ഒരു പോസിറ്റിവിറ്റി എപ്പോഴും ഉണ്ടായിരിക്കണം. അതായത് എപ്പോഴും പൗലോസ് അപ്പോസ്തലൻ എത്രമാത്രം സഹനങ്ങളിൽ കൂടെ പോയ ആളാണെന്ന് നമുക്കറിയാം. എങ്കിൽ പോലും അവസാന നിമിഷം വരെ സന്തോഷവാനായിരുന്നു, അല്ലേ? റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്, അഗെയിൻ ഐ സേ റിജോയ്സ് എന്നാണ് പറഞ്ഞല്ലേ? റിജോയ്സ് ചെയ്ത ഒരു മനുഷ്യനാണ്, സന്തോഷത്തോടുകൂടി ജീവിച്ച ഒരു മനുഷ്യനാണ്. ആ ഒരു സന്തോഷത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ വിവാഹ ജീവിതം ഒരു പരിപൂർണ്ണ സന്തോഷകരമായ ഒരു ജീവിതമാകണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അത് ചിട്ടപ്പെടുത്തണം, അല്ലേ? അത് ചെറുപ്പം തൊട്ട് ചിട്ടപ്പെടുത്തി കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും മേഖലകളിൽ തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് അത് കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും ആ നിഷ്കളങ്കതയിലേക്ക് വി ക്യാൻ ഗോ ബാക്ക് ടു ദാറ്റ് ഇന്നസെൻസ്, അല്ലേ? ദൈവം അതിനെ കഴുകി കഴിയുമ്പോൾ, ആ പാപത്തെ കഴുകി കഴിയുമ്പോൾ വി ആർ ഗോയിങ് ബാക്ക് ടു ദാറ്റ് ഇന്നസെൻറ്റ് സ്റ്റേറ്റ്, അല്ലേ? പിന്നെ ഇവിടുന്ന് വീണ്ടും അതിനെ കെട്ടിപ്പടുക്കുക, അല്ലേ? അല്ലാതെ അതിനെക്കുറിച്ച് വിഷമിച്ച് ദുഃഖിച്ച് കരഞ്ഞ് അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നില്ല. ക്ഷമ ചോദിക്കുക, തിരുത്തുക. ക്ഷമ ചോദിക്കാൻ പങ്കാളിയോട് ക്ഷമ ചോദിക്കണമെങ്കിൽ ക്ഷമ ചോദിക്കുക, തിരിച്ച് ക്ഷമ ചോദിക്കണമെങ്കിൽ ക്ഷമ ചോദിക്കുക. അതൊരു ക്ലോസ്ഡ് ചാപ്റ്ററാകുക. മുന്നോട്ട് നിഷ്കളങ്കമായ ഒരു ജീവിതം നടത്തുക. അത്രയേ ഉള്ളൂ അതിനകത്ത്. അതാണ് ഫസ്റ്റ് പാർട്ട്. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം പിള്ളേരെയും പഠിപ്പിക്കുക, നമ്മളും ബോധവാന്മാരാകുക. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് വിവാഹ ജീവിതത്തിൻ്റെ ആ ഊഷ്മളതയെ തകർക്കുന്നത്, അല്ലേ? എപ്പോഴും വിവാഹ ജീവിതത്തിലും വിവാഹത്തിന് മുമ്പും വിവാഹ ജീവിതത്തിലും എപ്പോഴും ഒരു പരിശുദ്ധി അല്ലെങ്കിൽ ഒരു കന്യാത്വം കാത്തു സൂക്ഷിക്കാൻ, അല്ലെ ആ ഒരു നിഷ്കളങ്ക പ്രേമം കാത്തു സൂക്ഷിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അതിൽ ആ ഒരു കൺകിപ്പിസൻസ് അല്ലെങ്കിൽ ഒരാളെ ഒബ്ജക്റ്റായിട്ട് കാണുക, ഒരു വസ്തുവായി കാണുക, അങ്ങനല്ല. അവർ ഞാൻ തന്നെയാണ് ആ ഒരു രീതിയിൽ കാണാൻ പറ്റണം കേട്ടോ. പിന്നെ വിവാഹ ജീവിതത്തിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കർത്താവ് നിശ്ചയിച്ച ചില ക്രമങ്ങളുണ്ട്, അല്ലേ? ആ ക്രമം അനുസരിച്ച് അതിനെ ചിട്ടപ്പെടുത്തുക. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇതാണ് എഫേഷ്യൻസിനകത്ത് എഴുതിയിരിക്കുന്നത്.
ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം അത് ഭയങ്കര രസമാണ്. ഇതിനകത്ത് ഇത് മുഴുവൻ വായിക്കാവുന്ന ഭർത്താക്കന്മാർ എഫേഷ്യൻസ് 5:22 എഫേസോസുകാർക്കുള്ള ലേഖനം 5:22 തൊട്ട്. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്ന പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെപ്പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ഇതാണ് കർത്താവ് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ കൊടുത്തിരിക്കുന്ന കൽപ്പന, അല്ലേ? ഭർത്താവാണ് ഹെഡ് ഓഫ് ദ ഫാമിലി, അല്ലേ? അത് ദൈവം നിശ്ചയിച്ച ഒരു ക്രമമാണ്. അത് നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെ എല്ലാം പ്രത്യേകതകളനുസരിച്ച് കർത്താവ് നിശ്ചയിച്ച ഒരു ക്രമമാണ്. പക്ഷെ അതിനകത്ത് ഒരു ഉയർച്ചയോ താഴ്ചയോ ഒന്നുമില്ല. അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലേ? അല്ലാതെ നീയോ വലുത് ഞാനോ വലുത് അങ്ങനെയല്ല. ഭർത്താവിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഹെഡ് ഓഫ് ദ ഫാമിലി, അല്ലേ? അത് ദൈവം നിശ്ചയിച്ച ഒരു ക്രമമാണ്. അതിൻ്റെ അർത്ഥം ഭാര്യയെ ചവിട്ടിത്താക്കാമെന്നല്ല. അതൊരു ബിഗർ റെസ്പോൺസിബിലിറ്റിയാണ്. എങ്ങനെയാണത്? ക്രിസ്തു സഭയെ സ്നേഹിച്ച പോലെ സ്നേഹിക്കാനാണ് പറഞ്ഞ്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതാണോ ബുദ്ധിമുട്ട്? സഭ ക്രിസ്തുവിനെ സ്നേഹിച്ചതായിരുന്നോ ബുദ്ധിമുട്ട്? ക്രിസ്തുവിനായിരുന്നു ബുദ്ധിമുട്ട്, അല്ലേ? സ്വന്തം ജീവൻ നൽകിയാണ് ക്രിസ്തു സഭയെ രക്ഷിച്ചത്, അല്ലേ? അതുപോലെ തന്നെ ഭർത്താക്കന്മാരും സ്വന്തം ജീവൻ കൊടുത്ത് ഭാര്യയെ സ്നേഹിക്കണം എന്നാണ് പറയുന്നത്, അല്ലേ? സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ക്രിസ്തു എങ്ങനെയാണോ സഭയെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്ത് ആ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഭർത്താക്കന്മാർക്ക് കൊടുത്തിരിക്കുന്നത്. വെരി ഡിഫിക്കൽട്ട് റെസ്പോൺസിബിലിറ്റി, അല്ലേ? കൂടുതൽ ടഫാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഭാര്യ എപ്പോഴും ഭർത്താവിന് വിധേയമായിരിക്കണം എന്നാണ് സഭ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരടിമയാണെന്നല്ല, ഭർത്താവിന് ചവിട്ടിത്താക്കാം എന്നല്ല. ദേ ആർ ഈക്വൽ ഇൻ ഡിഗ്നിറ്റി. ഭാര്യയും ഭർത്താവും ദൈവത്തിൻ്റെ മുമ്പിൽ അവർ രണ്ടുപേരും ആത്മാക്കളാണ് കേട്ടോ. ഡിഗ്നിറ്റിയിൽ ഒരു വ്യത്യാസവും ഇല്ല. പക്ഷേ ഒരു ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെ ഒരു ക്രമമാണ്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെപ്പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. അപ്പോൾ ഈ ഒരു ക്രമങ്ങളൊക്കെ പാലിക്കുകയാണെങ്കിൽ എന്നാ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഫാമിലിയിൽ ഹാർമണി ഉണ്ട്. ഓട്ടോമാറ്റിക്കലി ആ ഫാമിലിയിൽ സ്നേഹമുണ്ട്. ഓട്ടോമാറ്റിക്കലി പിള്ളേർ ഇതെല്ലാം പഠിച്ചെടുക്കും. ശ്രദ്ധിച്ചു നോക്കിയോ, നല്ല വീട്ടിൽ നിന്ന് വരുന്ന ഭാര്യയും ഭർത്താവും നല്ല സ്നേഹത്തിലായിരിക്കുന്നവരുടെ മക്കളും അവരുടെ പാർട്ട്നേഴ്സിനെ നല്ലതായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും. അവർ നല്ല സന്തോഷകരമായ കുടുംബജീവിതം നയിക്കും. അതവരവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ പഠിക്കുന്ന ഒന്നാണ്, അല്ലേ? അപ്പോൾ അത് നമുക്ക് മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ധനമായിട്ട് വേണം നമുക്കതിനെ കാണാം കേട്ടോ. നമ്മുടെ വീട്ടിലൊരു ഹാർമണി ഉണ്ടെങ്കിൽ ആ കുട്ടികളും അവരുടെ വീട്ടിലെ ആ ഹാർമണി നിലനിർത്താൻ മാക്സിമം ട്രൈ ചെയ്യും. മറ്റൊരാൾക്കുള്ള ഒരു ഇംപെർഫെക്ഷൻ ഉണ്ടെങ്കിലും അതിനെ ക്ഷമിക്കാനും അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാനും അവർ ട്രൈ ചെയ്യും. കാരണം അവർ കണ്ടിരിക്കുന്ന എക്സാമ്പിൾ അവരുടെ പേരൻസ് വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നതാണ്. എപ്പോഴും അത് അവർ റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും കേട്ടോ. ഏത് എക്സാമ്പിൾ എടുത്ത് നോക്കിയോ, സന്തോഷത്തോടുകൂടി നല്ല പ്രിൻസിപ്പിൾഡ് ആയിട്ടുള്ള പേരൻസിൻ്റെ മക്കളും, വചനം അങ്ങനെ തന്നെയാണ് പറയുന്നത്, അല്ലേ? അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളുമെന്നാണ് പറയുന്നത്. മാതാപിതാക്കന്മാരുടെ എല്ലാ സ്റ്റാൻഡിന് വേണ്ടി മക്കളും നിലകൊള്ളും. നമ്മൾ യഥാർത്ഥത്തിൽ അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ.
അപ്പോൾ അതൊക്കെയാണ് നമുക്ക് മക്കൾക്ക് കൊടുക്കാവുന്ന വലിയ ഗിഫ്റ്റ്. പിന്നെ ലാസ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് കർത്താവ് തരുന്ന മക്കളെ സ്വീകരിക്കുക കേട്ടോ. ആ ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ ഒരു വലിയ ഗ്ലൂ ആണ് മക്കൾ കേട്ടോ. അപ്പോൾ മക്കളെ ഒരു കാരണവശാലും തടയരുത്, മക്കൾ വേണ്ടാന്ന് വെക്കരുത്, നമ്പേഴ്സ് ലിമിറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞ് സ്പേസിങ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. കാരണം ഇപ്പം നമുക്ക് ഒത്തിരിയേറെ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകളുണ്ടാകാം അല്ലേ. അപ്പോൾ അത് സഭ എതിരൊന്നും പറയുന്നില്ല. പക്ഷേ ഇപ്പം ഓരോ ഡെലിവറി തമ്മിലുള്ള ടൈം സ്പേസ് ചെയ്യാം നമുക്ക്. അതായത് ഇപ്പോൾ രണ്ടുപേരും ജോലി ചെയ്യുന്നു, പിള്ളേരെ നോക്കാൻ ആളില്ല, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകളുണ്ട്, അപ്പോഴൊക്കെ നമുക്ക് സ്പേസിങ് ചെയ്യാം, അതിന് കുഴപ്പമില്ല. പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ NFP അല്ലെങ്കിൽ നാച്ചുറൽ ഫാമിലി പ്ലാനിങ്ങേ ചെയ്യാമുള്ളൂ. അതായത് ആർട്ടിഫിഷ്യലായിട്ട്, അതായത് ചില കോൺട്രാസെപ്ഷൻ മെത്തേഡ്സ് ഒക്കെ ആണെങ്കിലും ഈ അണ്ടവും ബീജവും യോജിച്ചിട്ട് അതിനെ ഇംപ്ലാന്റ് ചെയ്യാൻ സമ്മതിക്കാതെ അതിനെ റിജക്റ്റ് ചെയ്ത് അബോർട്ട് ചെയ്യുക അല്ലേ. ഈ കോപ്പർട്ടി പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അതൊക്കെ അബോർഷന് തുല്യമാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സഭ വിലക്കിയിരിക്കുന്നതാണ്. നാച്ചുറൽ ഫാമിലി പ്ലാനിങ് വെച്ച് നമുക്ക് മക്കളെ സ്പേസ് ചെയ്യാം, അതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക. അതൊക്കെ കർത്താവ് തരുന്ന മക്കളെ സ്വീകരിക്കുക. അപ്പം അതിൻ്റെ അകത്തെ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകൾ വിഷമങ്ങളൊക്കെ അനുസരിച്ച് നമുക്ക് സ്പേസ് ചെയ്യാം. 5 സിസേറിയനും 5 മക്കളെ സ്വീകരിച്ച ഒരാളെന്ന നിലയിലും വർക്ക് ചെയ്യുന്ന ആളെന്ന നിലയിലൊക്കെ എനിക്ക് എല്ലാ ബുദ്ധിമുട്ടുകളും അറിയാം. പക്ഷേ സ്റ്റില്ല് മക്കൾ നമുക്ക് തരുന്ന സന്തോഷവും അത് കുടുംബജീവിതത്തിൽ പകരുന്ന ഊഷ്മളതയും നമ്മുടെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളെക്കാട്ടിലൊക്കെ അപ്പുറമാണ്. വാക്കുകൾക്ക് വിവരിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ് മക്കൾ നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്നത് കേട്ടോ. ആ ഓരോ കുഞ്ഞിനെ എടുക്കുമ്പോൾ ആ കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേക ഗിഫ്റ്റാണ് ദൈവം തരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ സ്വീകരിക്കുക. കർത്താവ് തരുന്ന സന്തോഷത്തോടു കൂടി തരുന്ന സമ്മാനങ്ങളെ ഉദരഫലം ഒരു സമ്മാനമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ സ്വീകരിക്കുക, അതൊന്നും വേണ്ടാന്ന് വെക്കരുത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പാലിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കുടുംബം ഒരു സ്വർഗമായിത്തീരും. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഊഷ്മളത ഉണ്ടായിരിക്കും അല്ലേ. ആ ഒരു തോബിയാസ് പറഞ്ഞ പോലെ ഒരു നിഷ്കളങ്കമായ പ്രേമത്താൽ പരസ്പരം സ്നേഹിക്കാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ.